2010 വർക്കല നഗരസഭയുടെ ചവർ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം. ചവർ സംസ്കരണ പ്ലാന്റ് എന്നല്ല നഗരസഭ പറയുന്നത്, ഖരമാലിന്യ പരിപാലന കേന്ദ്രം. വർക്കല മൈതാനിയിലായിരുന്നു ഉത്സവാഘോഷങ്ങളോടെ ഖരമാലിന്യ പരിപാലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം. മന്ത്രിപ്രമുഖനായ കോടിയേരിയും സമ്പത്ത് എംപിയും ഒക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇവരാരും അനാശ്രമത്തുള്ള ഖരമാലിന്യ പരിപാലന കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടുത്തെ അവസ്ഥ എന്തെന്ന് ഇവർ കണ്ടില്ല. പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 2 ആഴ്ച പിന്നിടുമ്പോഴും ഇവിടെ ഒരു പരിപാലനവും നടക്കുന്നില്ല. കഞ്ഞിവെപ്പും കുടിയുമായി ഒരു ജീവനക്കാരൻ ഇവിടെ തങ്ങുന്നു. വർക്കല നഗരസഭാ അധികൃതർ തന്നെ വിശേഷിപ്പിച്ച സ്വപ്ന പദ്ധതിയുടെ വർത്തമാനാവസ്ഥ ഇങ്ങനെ. നഗരസഭ നഗരത്തിന്റെ പലയിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങി എന്നത് സന്തോഷകരം തന്നെ. പക്ഷേ ഇതൊക്കെ എവിടെ നിക്ഷേപിക്കുന്നു എന്ന് കാണുക. നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ നഗരപ്രാന്തങ്ങളിൽ നിന്നും ലോറിയിൽ കയറ്റിയ മാലിന്യങ്ങൾ ശിവഗിരി TS കനാലിന്റെ തീരത്തുള്ള കാട്ടിനുള്ളിൽ കൊണ്ട് തള്ളുന്നു. നഗരസഭയുടെ ചവറുവണ്ടി ജപ്തി ചെയ്തതിനാൽ ഒരു സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്താണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഉപയോഗിക്കുന്നത്. കനാലിന്റെ തീരത്തെ കാട്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ച ശേഷം റോഡിലേക്ക് കയറുമ്പോഴാണ് തൊഴിലാളികൾ ACV ന്യൂസ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ടത്. പൊടുന്നനെ എളിഭ്യരായി ഇവർ സ്ഥലം വിടുകയും ചെയ്തു. ചവറുവണ്ടി ചരവേഗത്തിലാണ് സ്ഥലം വിട്ടത്. വർക്കല നഗരസഭ ഖരമാലിന്യ പരിപാലനത്തിനായി ചിലവിട്ടത് കോടികൾ. പക്ഷേ പരിപാലനം ഇങ്ങനെ ഈ കുറ്റിക്കാട്ടിൽ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളാണ് വർക്കലയിൽ നടക്കുന്നതെന്നും സത്യത്തിൽ കാര്യമായൊന്നും നടക്കുന്നില്ലെന്നും ആരെങ്കിലും പറഞ്ഞാൽ ആർക്ക് എതിർക്കാനാകും? ACV ന്യൂസ്